ദ ജേർണലിസ്റ്റിലേക്ക് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴൊക്കെ പ്രകോപനമുണ്ടായാലും അപ്പോഴൊക്കെ ഒരു തിരിച്ചടിയും മറുപടിയും ഹമാസിന് നിർബന്ധമാണ്. ആകാശയുദ്ധത്തിൽ, ഡ്രോൺ ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിലൊക്കെ ഇസ്രായേൽ ബഹുദൂരം മുന്നിലാണ്. പക്ഷേ നേർക്കുനേർ യുദ്ധം, അതായത് യഥാർത്ഥ യുദ്ധം, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള അടി, അതിൽ ഇസ്രായേൽ ബഹുദൂരം പിന്നിലാണ്. വെറും 50,000 പേർ മാത്രമുള്ള ഹമാസിനെ കഴിഞ്ഞ 11 ആഴ്ചയായിട്ടും ഒന്നും ചെയ്യാനാകാത്തതും യഹിയ സിൻവാറിനെയോ അല്ലെങ്കിൽ ബന്ദികളെയോ ഒന്നും സ്വന്തം സേനയെ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയാത്തതുമൊക്കെ ഇസ്രായേലിൻ്റെ വലിയ കഴിവുകേടായി തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. അതിനെ അതിജീവിക്കാനായി ഓരോ ദിവസവും 100 കണക്കിന് പേരെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജി. അതിൻ്റെ ഭാഗമായി ഇന്നും ആക്രമണമുണ്ടായി. 201 പേരാണ് ജബലിയ ക്യാമ്പിലെ നിരവധി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇപ്പോൾ 20,000-ത്തിനപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു മരണസംഖ്യ. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്നതും ഏകാധിപതികളുടെ അവസാനം എത്രത്തോളം പൈശാചികവും നിന്ദ്യവും ക്രൂരമായിരുന്നു എന്നതും ലോകം ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞങ്ങൾ ഇനിയും ആക്രമണങ്ങൾ കടുപ്പിക്കും, ഒരു തരത്തിലും ഇനിയൊരു മയവും ഉണ്ടാകില്ല, ഞങ്ങൾ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കും, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ യുദ്ധം വരികയാണ് എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞ് ഹമാസിനെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്, പലസ്തീനികൾ ആശങ്കയിലാണ്. സ്വാഭാവികമാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾ ഏത് നിമിഷവും മരിച്ചു പോകും എന്ന കണക്കുകൂട്ടലുകളിൽ തന്നെ പ്രാർത്ഥനകളുമായി ഗസയിൽ കഴിയുകയാണ്. പക്ഷേ ഈ വെല്ലുവിളികൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഹമാസിനെയാണെങ്കിൽ ഹമാസിൻ്റെ രോമത്തിൽ പോലും ഈ വെല്ലുവിളികൾ തൊടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള കാരണം അവരതിനോട് പ്രതികരിക്കുന്ന രീതി തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ അതിശക്തമായി നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്, അതായത് ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല, കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണ്, ഹമാസിൻ്റെ പല സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾക്ക് ധാരണയുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആക്രമണം കടുത്തതായിരിക്കും, ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ഒരു തരത്തിലുള്ള ദയ പ്രതീക്ഷിക്കേണ്ട എന്ന മട്ടിൽ തന്നെയാണ് നെതന്യാഹു സംസാരിച്ചത്. പക്ഷെ നെതന്യാഹു അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയതിന് പിന്നാലെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് അതിശക്തമായ തിരിച്ചടിയാണ് തെക്കൻ ഗസയിൽ നിന്നും വടക്കൻ ഗസയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വീണ്ടും ഇന്ന് മുന്നറിയിപ്പ് നൽകി. ഒരുപാട് മുറവിളികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ജബലിയ ക്യാമ്പിൽ തുടർച്ചയായ ഷെല്ലാക്രമണവും ബോംബാക്രമണവും നടത്തി. പക്ഷെ തൊട്ടു പിന്നാലെ പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിന് മറുപടി എന്നോണം ഇസ്രായേലിൻ്റെ 5 ടാങ്കുകൾ അത് ഹമാസ് തകർത്തു. ഒപ്പം സൈനികരെ കൊന്നുകളഞ്ഞു. കുറച്ചധികം സൈനികർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ വന്നത്, ഈ പ്രത്യാക്രമണം അതിശക്തമായതോടുകൂടി നോർത്തേൺ സ്ട്രിപ്പിലെ 2 ഇടങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ട്രൂപ്പുകൾ പിന്മാറി എന്നുള്ളതാണ്. ഇസ്രായേൽ സൈന്യം 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറി. അതുപോലെ തന്നെ മറ്റൊരു കണക്ക് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോയിൽ പുറത്തുവിട്ടിരുന്നു. 24 മണിക്കൂറിനിടെ 14 സൈനികരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ്. അതേ തുടർന്ന് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധവിഭാഗത്തിൻ്റെ ചീഫ് ഈ പ്രശ്നം നടക്കുന്ന ഖാൻ യൂണിസിലേക്ക് എത്തുകയും അവിടെ സൈനികരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും നമുക്കിനിയും ഒരുപാട് ബാക്കിയുണ്ട്, ഇങ്ങോട്ടുള്ള പ്രത്യാക്രമണം ശക്തമാണെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ ഇസ്രായേൽ വലിയ മുന്നറിയിപ്പുകൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ ഞങ്ങൾ പണി തരുമെന്ന് പറയുമ്പോൾ, അതിനെ വകവയ്ക്കാതെ അതിരൂക്ഷമായ ആക്രമണം നടത്തി ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഹമാസ്. ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം 76 ദിവസം, അതായത് 11 ആഴ്ച കൃത്യമായി പറഞ്ഞാൽ, ഈ 11 ആഴ്ചയായിട്ടും ഹമാസിൻ്റെ തലവൻ എന്ന് പറയുന്ന യഹിയ സിൻവാർ, ഒരാൾ, ഇവർ നോട്ടമിട്ടിരിക്കുന്ന ആൾ, ആ വ്യക്തിയെ പിടിക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് യഹിയ സിൻവാറിൻ്റെ വീട് ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷേ ആളെവിടെയാണെന്നതിനെക്കുറിച്ച് ഒരു വിവരവും തരാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ഹമാസിൻ്റെ തലവന്മാരുണ്ട്. അബൂ സിൻഹയുണ്ട്, ഏതോ ഒരു ഒസാമയുണ്ട്, അങ്ങനെ കുറേ ആളുകൾ പല ഘട്ടങ്ങളിലായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ പറയപ്പെടുന്ന ആളുകളെ ഒന്നും അറ്റാക്ക് ചെയ്തതായോ അല്ലെങ്കിൽ ഇവരെ അവസാനിപ്പിച്ച് കളഞ്ഞതായോ അല്ലെങ്കിൽ ഈ പറയുന്ന ടീമിൻ്റെ മൊത്തം മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ കൈവച്ചതായോ ലൊക്കേറ്റ് ചെയ്തതായോ പോലും ഇസ്രായേലിന്
പറയാൻ കഴിയുന്നില്ല. പകരം നെതന്യാഹു എല്ലാ ദിവസവും പറയുന്നത് ഞങ്ങൾ ആക്രമണം കടുപ്പിക്കുമെന്ന്. ശരിയാണ്, ആക്രമണം കടുക്കും. ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക്, സാധാരണക്കാർ ജീവന് വേണ്ടി പിടഞ്ഞ് നിലവിളിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഈ ആക്രമണം നടക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹമാസിൻ്റെ ടോട്ടൽ സംഖ്യ എന്ന് പറയുന്നത് 50,000-ആണ് അവരവകാശപ്പെടുന്നത്. ഏതാണ്ട് ഒരു 40-45-45,000-ഓളം ആളുകളുണ്ടെന്ന് കൂട്ടുക. ഇപ്പോൾ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 20,000-ഓളം പേരാണ്. 50,000-ത്തിലധികം 54,000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തോളം പേർ വലിയ പട്ടിണിയിലാണ്. അപ്പോൾ ഇതൊക്കെ ഹമാസിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണമായിരുന്നുവെങ്കിൽ ഹമാസ് നേരത്തെ തീർന്നു പോകേണ്ടതാണ്. അപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്തത് ഹമാസിനെയല്ല. കാരണം ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് 54,000 പേർക്ക് പരിക്ക്, ഏതാണ്ട് 5 ലക്ഷത്തോളം പേർ ദുരിതമനുഭവിക്കുന്നു, അതുപോലെ 20,000-ഓളം പേർ മരിക്കുന്നു, 6 ലക്ഷത്തോളം പേർ ടോട്ടൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഹമാസിനെ ലക്ഷ്യം വെച്ചാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഹമാസിനെ ലക്ഷ്യം വെച്ചും ഈ പരിക്കേറ്റവർ മുഴുവൻ ഹമാസിൻ്റെ ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹമാസ് ഉണ്ടാവുകയേയില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഹമാസ് എന്താണെന്നോ, ഹമാസ് എവിടെയാണെന്നോ, അതിൻ്റെ ആളുകൾ ആരാണെന്നോ, അവരെ എവിടെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്നോ ഒന്നും ഒരു വിവരവും ബോധവും കഥയും ഇസ്രായേലിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പഴയ ചില സ്ഥാനങ്ങളിലിരുന്ന ആളുകൾ തുറന്നു പറയുന്നത് ഇപ്പോഴും ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ ചെയ്യുകയാണ് ഇസ്രായേലെന്ന്. അമേരിക്ക പോലും നിങ്ങൾ ബന്ദികളെ പിടികൂടുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് ഇന്നും നെതന്യാഹുവിനോട് പറഞ്ഞു എന്നാണ് വാർത്തകൾ. അങ്ങനെ അമേരിക്കയ്ക്ക് പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ്? ലക്ഷ്യബോധമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ അല്ല പറയുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം മറ്റേതൊരു രാജ്യവും പോലെ സമാധാനമായി കഴിയട്ടെ, ആ അവകാശം പലസ്തീനികൾക്കുമുണ്ട്. അതാണ് പറയുന്നത്. ഇസ്രായേലികൾ സുഖസൗകര്യത്തോടു കൂടി സമാധാനമായി കിടന്നുറങ്ങട്ടെ, അതേ അവകാശം പലസ്തീനികൾക്കും വേണം. അതാണ് പറയുന്നത്. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജീവിക്കുകയാണെങ്കിൽ അതുപോലെ പലസ്തീനികൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അവരും ഈ ഭൂമിയിൽ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ ദുരാഷ്ട്ര സങ്കല്പമെന്ന ഇന്ത്യ പോലും പിന്തുണയ്ക്കുന്ന ആ ആശയത്തിന് വേണ്ടിയാണ് ഈ ലോകം മുറവിളി കൂട്ടുന്നത്. അതിനെയാണ് നെതന്യാഹു എന്നൊരു വ്യക്തി, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ വെറും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും അഭയാർത്ഥികളെയും തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു അധിനിവേശ സേന. ഇതിന് ഈ ലോകം എന്ത് ന്യായീകരണമാണ് പറയുക? 1200 പേരാണ് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത്. ഇപ്പുറത്ത് 20,000-ഓളം പേരായിരിക്കുന്നു. ബന്ദികളെ ഒട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഗസ ഏതാണ്ട് പൂർണ്ണമായും നാമാവശേഷമാവുകയാണ്. അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകളടക്കം ഇസ്രായേൽ ഉപയോഗിച്ചു എന്ന കണക്കുകൾ പുറത്തു വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലോകം ഇനിയും മൗനം പൂണ്ടാൽ ഇത് നാളെ ആർക്കും സംഭവിക്കാം. ഏത് രാജ്യത്തിനെതിരെയും മറ്റേതൊരു രാജ്യവും എന്തും പ്രയോഗിക്കാം. ലോക നിയമങ്ങൾ പാലിക്കപ്പെടുന്നൊരു സംവിധാനമാണ്, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളടക്കം കൃത്യമായി പാലിക്കപ്പെടുന്നൊരു സംവിധാനമാണ് നമുക്കുള്ളത്. അത് വേണ്ടത്. അത് ഇസ്രായേൽ ഏകപക്ഷീയമായി ലംഘിച്ചാൽ നാളെ ആണവായുധവും മറ്റും കയ്യിലുള്ള ആർക്കും, ഇറാൻ്റെ കയ്യിലടക്കം ഈ സാധനമുണ്ട്, എടുത്തിട്ട് പൊട്ടിച്ചാൽ സാധനമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നോർത്ത് കൊറിയ, അവരുടെയൊക്കെ കയ്യിൽ ആണവായുധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവരൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു വാക്കും പറഞ്ഞ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതൊക്കെ അങ്ങ് പ്രയോഗിച്ചാൽ അത് എവിടെ ചെന്ന് നിൽക്കും? ഒറ്റയടിക്ക് ലോകം അവസാനിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഇസ്രായേലിന് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ അടിച്ച് മുന്നേറുന്ന ഹമാസ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേൽ വീണ്ടും പ്രകോപനം തുടരും. ഇതെങ്ങും എത്താതെ അവസാനിക്കും. ഹമാസും ഇസ്രായേലും ഒക്കെ കൂടിച്ചേർന്ന് മറ്റ് രാജ്യങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ചർച്ച തുടർന്നാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നെതന്യാഹു വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ തീർത്ത് കളയുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ എന്ന് പറഞ്ഞ് പൊട്ടിച്ച് പണി കൊടുക്കുകയാണ് ഹമാസ്. അതിനൊരു കുറവുമില്ല. ഹമാസിനോട്ടൊന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുമില്ല ലിറ്ററലി ഇപ്പോഴും എന്നുള്ളതാണ് വാസ്തവം.